ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടാനയാക്രമണം. ചൊക്കനാട് എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം റേഷൻ കട തകർത്തു. ഇന്നലെ രാത്രി എത്തിയ കാട്ടാന ഭക്ഷണ സാമഗ്രികളും നശിപ്പിച്ചു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, വീണ്ടും റേഷൻ കട കാട്ടാനക്കൂട്ടം തകർത്തിരിക്കുകയാണ്. പലതവണയായി ഇപ്പോൾ റേഷൻ കടകൾ തകർക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയും. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്നലെ രാത്രിയോടെയാണ് ഈ കാട്ടാനക്കൂട്ടം ചൊക്കനാട് എസ്റ്റേറ്റിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെയുള്ള പുണ്യവേലിന്റെ റേഷൻ കടയാണ് ഇപ്പോൾ ഏകദേശം 15-ലധികം തവണ ഈ കാട്ടാനയും അതോടൊപ്പം തന്നെ പടയപ്പ് അടക്കമുള്ള കാട്ടാനക്കൂട്ടവും തകർത്തിരിക്കുന്നത്. ഏതായാലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുമ്പും നിരവധി തവണ ഇത്തരത്തിൽ ഈ റേഷൻ കടകൾക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടും തനിക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നും പുണ്യവേൽ നമ്മളോട് രാവിലെ തന്നെ പ്രതികരിച്ചിരുന്നു. ഏതായാലും വലിയൊരു നഷ്ടമാണ് ഈ പുണ്യവേലിന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ എത്തിയ കാട്ടാനക്കൂട്ടം മേഖലയിൽ വലിയ രീതിയിലുള്ള ഈ റേഷൻ കടയിൽ ജനാലകളെല്ലാം തകർന്ന ശേഷം വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് വലിയ ബഹളം വെച്ചതോടെയാണ് കാട്ടാനക്കൂട്ടം ഇവിടെ നിന്ന് പിന്തിരിഞ്ഞത്. ഏതായാലും പൊന്നിവേലിന്റെ കടയിലെ CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒരു കുട്ടിയാനി അടക്കം കാട്ടാനക്കൂട്ടമാണ് ഈ മേഖലയിൽ എത്തി ഇത്തരത്തിലൊരു നാശം റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഏതായാലും വനവകുപ്പിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും പൊന്നിവേൽ പറയുന്നത് നിരവധി തവണ പരാതി നൽകിയിട്ട് എനിക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ നഷ്ടപരിഹാരമോ ലഭിച്ചില്ല എന്നൊരു പരാതി കൂടെ പൊന്നിവേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ സ്ഥലത്ത് ഈ കാട്ടാനക്കൂട്ടത്തെ RRT സംഘം സ്ഥലത്തെത്തി ഉൾക്കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ടോ അരുണിമ? ശരി, വ്യക്തമാണ്. ഇടുക്കി മൂന്നാറിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ചൊക്കനാട് എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം വീണ്ടും റേഷൻ കട തകർത്തിരിക്കുന്നു. 15 തവണയാണ് ഇത്തരത്തിൽ റേഷൻ കട തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വലിയ രീതിയിൽ കട തകർത്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജനവാസ മേഖലയിലാണ് കാട്ടാന എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ആനുകൂല്യങ്ങളോ നഷ്ടപരിഹാരങ്ങളോ ഒന്നും കടയുടമയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉയരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കടയുടമയ്ക്ക് എത്രയും വേഗം തന്നെ നഷ്ടപരിഹാരം അധികൃതർ നൽകണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്. തിരുവനന്തപുരം കോട്ടൂരിൽ ബൈക്കിൽ സഞ്ചരിച്ച 2 പേരെ ആന ആക്രമിച്ചു. കാപ്പുകാട് ഇരപ്പുപാറയ്ക്ക് സമീപം മീൻ പിടിക്കാൻ പോയവരെയാണ് കാട്ടാന ആക്രമിച്ചത്. തിരിച്ച് വീട്ടിലേക്ക് ബൈക്കിൽ വരുന്ന വഴിയിൽ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കോട്ടൂർ ചേനൻപാറ സെറ്റിൽമെന്റ് താമസിക്കുന്ന പ്രണവ്, ചന്ദ്രബാബു എന്നിവരെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ കാലിൽ പൊട്ടലുണ്ട്. രാത്രിയിലായിരുന്നു സംഭവം. ആക്രമണത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോട്ടൂരിലാണ് ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ബൈക്കിൽ സഞ്ചരിച്ച 2 പേരെയാണ് ആനയെ ആക്രമിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാലിൽ സാരമായ പരിക്കേറ്റിട്ടുണ്ട്. മീൻ പിടിക്കാൻ പോയവരെയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. തിരിച്ച് വീട്ടിലേക്ക് ബൈക്കിൽ വരുന്ന വഴിയായിരുന്നു ഈ ഒരു കാട്ടാന ഇവരെ ആക്രമിച്ചത്. ആക്രമണത്തിൽ കോട്ടൂർ ചേനാൻപാറ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന പ്രണവ്, ചന്ദ്രബാബു ഇവരെയാണ് ഇപ്പോൾ കാട്ടാന ആക്രമിച്ചിട്ടുള്ളത്. ഗുരുതര പരിക്കുകളോടെ ഇവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരിൽ ഒരാളുടെ കാലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ആക്രമണത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്.